1 കൊരിന്ത്യർ 9 അധ്യായം കഴിഞ്ഞ് ചില ആഴ്ചകളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അതിൻ്റെ 9 അധ്യായത്തിൻ്റെ 19 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കാനാണ്. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. 19 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ അത് ഇപ്പം വായിക്കാമോ? യെസ്, താങ്ക് യു. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്കും യഹൂദനെ പോലെ ആയി. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവൻ അല്ല, എങ്കിലും ന്യായപ്രമാണത്തിൽ കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിൽ കീഴുള്ളവനെ പോലെയായി. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. താങ്ക് യു. ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ഞാൻ വളർന്ന ആ പട്ടണം ന്യൂയോർക്കിൽ 1960കളിൽ നടന്നൊരു സംഭവം. അവിടെ പല ഗ്യാങ്സ് ഉണ്ടായിരുന്നു. അന്ന് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ചില കൂട്ടങ്ങളായിരുന്നു. ഗ്യാങ്സ് തമ്മിലുള്ള യുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും അനേകരെ കുത്തിക്കൊല്ലുകയും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊരു ദേശമായിരുന്നു. ഒരു ഗ്യാങ്ങിൻ്റെ, പ്രത്യേകിച്ച് ഒരു ഗ്യാങ്, അവരെക്കുറിച്ച് പറയുന്നത് അവർ പോലീസ് സ്റ്റേഷനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷന് അല്ലെങ്കിൽ പോലീസുകാർക്ക് അവരെ ഭയന്ന് ജീവിക്കുക, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ പവർഫുള്ളായിട്ടുള്ള പല ഗ്യാങ്സ് ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നു. ഒത്തിരി പേരെ കുത്തിക്കൊല്ലുന്നു. ഡ്രഗ്സും ആൽക്കഹോളും ഒത്തിരി തകർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതെല്ലാം ചെറുപ്പക്കാരാണ്. പലരും ടീനേജേഴ്സും 10, 20, 25 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെയാണ്. എന്നാലും വല്ലാത്തൊരവസ്ഥയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ദൂരെ ഒരു ചെറിയൊരു സ്ഥലത്ത്, ഇപ്പം നമ്മുടെ വാക്ക് ഉപയോഗിച്ചാൽ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയാം, അതുപോലത്തെ ചെറിയൊരു ടൗണിൽ ഒരു ദേവദാസൻ, ചെറിയൊരു സഭയുടെ പാസ്റ്ററായിരുന്നു ദേവദാസന്. ഈ പത്രത്തിൽ ഇവരെക്കുറിച്ച് ഒരു വാർത്ത വായിച്ചിട്ട് താത്ത് വെച്ചപ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തോട് പറയുന്നു, നീ പോയി അവരോട് എൻ്റെ സുവിശേഷം അറിയിക്കണം. പുള്ളി പറഞ്ഞു, എനിക്കെന്തോ അറിയാം, പട്ടണത്തിലൂടെ ഞാൻ പോയിട്ട് പോലും പട്ടണത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് വിൽക്കർസൺ എന്ന് പറഞ്ഞ പേരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് വിൽക്കർസൺ. ഒരിക്കലും വിശ്വസിക്കാനൊക്കത്തില്ല ഇങ്ങനൊരു വ്യക്തിയെ ഒരു പട്ടണത്തിൽ കൊണ്ടുപോയിട്ട് ദൈവം ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. വലിയൊരു പ്രവർത്തനം ഡേവിഡ് വിൽക്കർസനെ കൂടെ ചെയ്തെടുത്തു. ടീൻ ചാലഞ്ച് എന്ന് പറഞ്ഞുള്ളൊരു പ്രവർത്തനം, അത് മുഖാന്തരം അനേക രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അനേകർക്ക് വിടുതലുണ്ടായി. അത് മുഖാന്തരം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും എൻ്റെ ജീവിതത്തിലും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. വളരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തികൾ ആരാ? എങ്ങനെയുള്ള വ്യക്തികൾ ഉപയോഗിക്കും? ആരെ ഉപയോഗിക്കും? എന്തിന് സുവിശേഷം പറയണം? പാസ്റ്റർമാരാണോ? വിശ്വാസികളാണോ? അല്ലെങ്കിൽ സുവിശേഷകന്മാരാണോ? ആരാ ഇത് ചെയ്യേണ്ടത് എന്നുള്ള പല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. 9-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് കഴിഞ്ഞ ചില ആഴ്ചകളിൽ മെസ്സേജൊക്കെ നിങ്ങൾ കേട്ടാണ്. എന്നാലും അതിനകത്തുനിന്ന് ചില കാര്യം ഞാനൊന്ന് എടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നു. 9-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ചില കാര്യങ്ങൾ. പൗലോസ് 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ ഈ പൗലോസ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു.
ആക്ച്വലി മുഖാമുഖം യേശുവിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നാലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പൗലോസിൻ്റെ പേര് ശൗലെന്നായിരുന്നു. ദൈവമക്കളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, ഈ ഒരു മാർഗം എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നൊരു താല്പര്യത്തോട് ഇങ്ങനെ പോയി അനേകരുടെ മരണത്തിന് ഇദ്ദേഹമായിരുന്നു കാരണം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, വളരെ ആ സമൂഹത്തിൽ ഒത്തിരി അധികാരവും ശക്തിയുള്ളൊരു വ്യക്തി, വളരെ അഹങ്കാരത്തോട് ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്തിങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. ദൈവം അദ്ദേഹത്തെ എന്ത് ചെയ്തു? അതിന് മറിച്ചിട്ട് അവിടെ പറഞ്ഞേക്കുന്നത് വലിയൊരു വെളിച്ചം, അല്ലേ? വലിയൊരു വെളിച്ചം അവിടെ പ്രകാശിച്ചു. യേശു അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ യേശുവിനെ കണ്ടോ? കണ്ടു. എനിക്ക് യേശുവിനെ വേണ്ട, യേശുവിനെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മളും, അല്ലെങ്കിൽ യേശുമായിട്ടൊരു ബന്ധം ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ യേശുവിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചോളാം. ചിലപ്പോഴും നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നായിരിക്കാം, അല്ലായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇതൊന്നും ചിന്തിക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുക. എന്നാലും ഒരു സമയമുണ്ട്, യേശു നമ്മളോട് സംസാരിക്കുന്നൊരു സമയമുണ്ട്. യേശു തന്നെ മറിച്ചിടുവാന്നോ, അതൊരു വെളിച്ചം വന്ന് മറിച്ചിടുവാന്നോ, ജീവിതം നമ്മളെ മറിച്ചിടുവാന്നോ, എങ്ങനെയാണെങ്കിലും ഒരു ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, ഇങ്ങനെ വലത് കിടക്കുമ്പോൾ മേപ്പോട്ടെ നോക്കാൻ ഒക്കത്തുള്ളൂ. നമ്മൾ വീണ് കഴിയുമ്പോൾ there is no other way to look but to look up. അങ്ങനെ വേറെ അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു ശൗല്. പൗലോസ് ആ ഒരു അവസ്ഥയിൽ ദൈവം കൊണ്ടുവന്നു. യേശുവിനെ കണ്ടു. യഥാർത്ഥമായിട്ട് തകർച്ച അനുഭവിച്ചിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവർ യേശുവിനെ കണ്ടിട്ടുണ്ട്. തകർച്ച അനുഭവിച്ച്, വേദന അനുഭവിച്ച്, കഷ്ടത അനുഭവിച്ച്, ഞെരുക്കം അനുഭവിച്ച് കർത്താവിലോട്ട് ആരൊക്കെ തിരിഞ്ഞിട്ടുണ്ടോ അവർ യേശുവിനെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ക്രിസ്തുവിനെ മുഖാമുഖം കണ്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്ന മുഖാന്തരം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകേണ്ടതാണ്. അതെൻ്റെ അധികാരം തന്നെയാണ്, എൻ്റെ റൈറ്റാന്ന് പറയുന്നുണ്ട്. എന്നാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ റൈറ്റ്, ആ ഒരു അധികാരം ഞാൻ ഏറ്റെടുക്കുന്നില്ല. എന്നാലും അതിൻ്റെ 16-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, എന്തുകൊണ്ട് ഞാനിത് സുവിശേഷം പ്രസംഗിക്കുന്നു പറഞ്ഞേക്കുന്നത്. നെസസിറ്റി ഈസ് ലെയ്ഡ് ഓൺ മീ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. 16-ാം വാക്യത്തിൽ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ആര് നിർബന്ധിച്ചു? അദ്ദേഹത്തെ മറിച്ചിട്ട് യേശു നിർബന്ധിച്ചു. സ്തോത്രം. യേശുവിനെ ഭയപ്പെട്ടാന്നോ? യേശു അദ്ദേഹത്തെ ഏതാണ്ട് ചെയ്യുമെന്നുള്ള ഭയത്തിലല്ല, എന്നാലും ബഹുമാനത്തിൻ്റെ ഒരു ഭയത്തോട് തന്നെയാണ്, കർത്താവിനോടുള്ള ഭയത്തോട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്ത് സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ സുവിശേഷത്തിൽ നിന്ന് എനിക്ക് നന്മ ഇങ്ങോട്ട് ലഭിക്കേണ്ടത്, എന്നാലും ഞാനത് എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ അതിനെ തേടിയല്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എനിക്ക് ക്രിസ്തു തന്ന ഒരു ഉത്തരവാദിത്തമാണ്. പ്രസംഗിച്ചില്ലെങ്കിലോ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത് മുഖാന്തരം പണം ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാം. ഞാനത് ഡിമാൻഡ് ചെയ്യുന്നില്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി ഞാൻ ഇറങ്ങി തിരിക്കുന്നില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ജോലി ചെയ്ത്, അതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നു? ക്രിസ്തു എന്നെ നിർബന്ധിക്കുന്നു. സ്തോത്രം. നെസസിറ്റി ഇസ് ലെയ്ഡ് ഓൺ മീ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. കാരണം യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് 3.5 വർഷം ജീവിച്ച് പ്രവാചകന്മാർ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഓരോ കാര്യം നടന്ന് ക്രൂശിൽ നമ്മുടെ പാപത്തിന് വേണ്ടി കയറി മരിച്ച് അടക്കപ്പെട്ട് ആ കഷ്ടത എല്ലാം അനുഭവിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് ദൈവമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. യേശുക്രിസ്തു വന്നപ്പം തന്നെ എന്ത് ചെയ്തു? സുവിശേഷത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഇത് വിടാനൊക്കാത്തൊരു കാര്യമാണ്.
എനിക്ക് ചെറുപ്പത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ദേവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ മേ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ദർശനപ്രകാരം ശുശ്രൂഷിക്കാൻ ഒക്കാത്തൊരവസ്ഥയായപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, ഇതേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം എന്നെ ഏൽപ്പിച്ച് ആ ശുശ്രൂഷ ഞാൻ ചെയ്തിരിക്കും. ഒന്നിലിവിടെ നിങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ കുഴപ്പമില്ല, ഞാൻ ആ വഴിയിലോട്ടിറങ്ങി ദൈവം എന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്തിരിക്കും. അതെന്നെ ഒത്തിരി ഇമ്പാക്റ്റ് ചെയ്തൊരു കാര്യമാണ്. കാരണം നമുക്ക് ദൈവവേല ചെയ്യാൻ നമുക്കൊരു അനുവാദം തരാനോ നമുക്കൊരു വേദി ഒരുക്കാനോ ഒന്നും ആവശ്യമില്ല. ഇറങ്ങിയാൽ മതി. അതെല്ലാം ദൈവം ചെയ്തെടുക്കും നമ്മളെ കൂടെ. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലോ, നമ്മൾ അയൽവാസികളോടാണെങ്കിലും എവിടാണെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കൂടെ ദൈവം ചെയ്തെടുക്കും. നമ്മളിപ്പം വായിച്ച ആ വാക്യത്തിലൂടെ നമുക്കൊന്ന് കടക്കാം. അതിൽ കുറേ സ്ലൈഡ്സ് അതിനകത്തുണ്ട്. ഒന്ന് നമുക്ക് അതിലോട്ട് പോകാം. അതിനകത്തുനിന്ന് 5 കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്ന 5 കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട്, നമുക്ക് ടൈം വളരെ കുറവാണ്, എന്നാലും 5 കാര്യങ്ങൾ. അതിൻ്റെ ആ ടൈറ്റിൽ ഒന്ന് എടുക്കാമോ? അതിന് മുമ്പേ ഉള്ള ടാർഗറ്റ് ആൻഡ് റിവാർഡ് ഫോർ ഷെയറിംഗ് ദി ഗോസ്പൽ. സുവിശേഷം അറിയിക്കുന്നതിന് ഉള്ള ലക്ഷ്യവും അനുഗ്രഹവും, സുവിശേഷം അറിയിക്കുന്നതിനുള്ള ലക്ഷ്യവും അനുഗ്രഹവും 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് 5 ഒബ്സർവേഷൻസ്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം? വി ആർ ടു വിൻ മെനി. അധികം പേരെ നേടേണ്ടതിന്. ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. 19-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? അധികം പേരെ നേടേണ്ടതിന് വേണ്ടി. ശ്രദ്ധിച്ചോളെ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. ഓക്കെ. അപ്പം അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഞാൻ സ്വതന്ത്രനാണ്. ഒന്ന്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അടിമത്തെ ജീവിക്കാനുള്ള വ്യക്തിയല്ല, ഞാൻ സ്വതന്ത്രനാണ്. അടിമകൾ അന്ന് ഉണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം പറഞ്ഞു, അടിമയാണെന്നും എന്നാലും ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അടിമത്തെ ജീവിക്കാനുള്ളതല്ല. അപ്പം ഞാൻ സ്വതന്ത്രനാണ്. പിന്നെ ക്രിസ്തുവിലും ഞാൻ സ്വതന്ത്രനാണ്. എന്നാലും എന്ത് ചെയ്തു? അധികം പേരെ നേടേണ്ടത് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. അധികം പേരെ നേടേണ്ടത് എന്തിനു വേണ്ടി? നേടാൻ, ഈ സുവിശേഷത്തിലേക്ക് നേടാൻ. എന്തിനാ സുവിശേഷത്തിലേക്ക് നേടുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? പൗലോസ് പറഞ്ഞ്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സ്തോത്രം. ആ നിർബന്ധം എന്തുവാ? ക്രിസ്തു തരുന്ന നിർബന്ധമാണ്. ക്രിസ്തു പറയുന്നത്, ഞാൻ എൻ്റെ ജീവൻ കൊടുത്തതാണ്. ഈ വ്യക്തികളെ, ഈ മനുഷ്യനെ തകർച്ചയിലായിരിക്കുന്നവരെ, നാശത്തിനോട്ട് പോകുന്നവരെ മറക്കരുത്. അവരെ മറക്കരുത്. കാരണം എനിക്ക് അവരെ മറക്കാൻ ഒക്കത്തില്ല. യേശു പറയുന്നത്, എൻ്റെ ജീവൻ അവർക്ക് വേണ്ടി കൊടുത്തതാണ്, എൻ്റെ രക്തം അവർക്ക് വേണ്ടി ചെന്തിയതാണ്, എൻ്റെ ശരീരം അവർക്ക് വേണ്ടി തകർക്കപ്പെട്ടായത്. അതുകൊണ്ട് എനിക്ക് അവരെ മറക്കാൻ ഒക്കത്തില്ല എന്ന് യേശു പറഞ്ഞു. ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കുന്നുണ്ടല്ലോ, നമുക്കറിയാം. എന്നാലും കർത്താവ് നമ്മളെ ഒരിക്കലും മറക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അതുപോലത്തെ ഒരു സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത്. അതുകൊണ്ട് ഒന്നാമത്, അനേകരെ നേടേണ്ടതാണ് നമ്മൾ. സ്തോത്രം. ടു വിൻ മെനി, അധികം പേരെ നേടേണ്ടതാണ്. എല്ലാവരും സുവിശേഷത്തിന് വേണ്ടി ഒരു അവസരം നമ്മൾ കൊടുക്കണം. എല്ലാവർക്കും ഒരു അവസരം ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല, നമുക്ക് എല്ലാവരെയും പിടിക്കത്തില്ല, എല്ലാവരുമായിട്ട് ചേർന്ന് പോരൊക്കത്തില്ല. ചില ആൾക്കാരുണ്ടല്ലേ, നമ്മൾ അവരുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾക്കൊരു അസ്വസ്ഥത, അല്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥത, എന്തെങ്കിലും കാരണങ്ങൾ കാണും. നമുക്കെല്ലാവരുമായിട്ട് ചേരാൻ ഒക്കത്തില്ല. എന്നാലും പൗലോസ് പറഞ്ഞത് എന്തുവാ? എല്ലാവരെയും നേടാൻ വേണ്ടി എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞു, ഞാൻ ദാസനായിത്തീരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടക്കേട് മാറ്റിവെക്കുക. എനിക്ക് ഉള്ളിൽ എന്തെങ്കിലും നീളമുണ്ടോ അത് മാറ്റി വയ്ക്കുക. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടോ അത് മാറ്റി വയ്ക്കുക. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേദനയുണ്ടോ അത് മാറ്റി വയ്ക്കുക. അവരെന്നോട് എന്തെങ്കിലും ചെയ്തോ, അവരെന്നോട് എന്തെങ്കിലും പറഞ്ഞോ, അവർ തന്നെ കുറ്റക്കാരായിരിക്കും. എന്നാലും അത് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാകുക, അത് ഞാൻ വിടാൻ തയ്യാറാകുക. എല്ലാ രീതിയിലും ഞാൻ എന്ത് ചെയ്യണം? എന്നെ തന്നെ ഒന്ന് താഴ്ത്തി ഒരു ദാസനായി തീരണം. എന്തിന്? എങ്ങനെയെങ്കിലും എനിക്കിവരെ നേടണം, സുവിശേഷത്തിന് വേണ്ടി നേടണം. ആ ഒരു ലക്ഷ്യം പൗലോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു.
അധികം പേരെ നേടണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുള്ളിലുണ്ടായിരുന്നു. അപ്പോഴാദ്യം നമ്മൾ കാണുന്ന ഇതാണ്, വിൻ മെനി, അനേകരെ ദൈവനാമത്തിന് വേണ്ടി നേടാനുണ്ട്. രണ്ടാമത്, വിൻ യുവർ ഫാമിലി. അവിടെ പറഞ്ഞേക്കുന്നത് യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് ഒരു യഹൂദനായിരുന്നല്ലോ. ആ പറഞ്ഞേക്കുന്ന വാക്ക് യഹൂദന്മാരെ നേടേണ്ടതിന്, അത് വായിക്കാമോ 20-ാം വാക്യം? യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല, എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിൽ കീഴുള്ളവനെ പോലെയായി. പൗലോസ് യഹൂദനായിരുന്നെങ്കിലും ക്രിസ്തു മുഖാന്തരം എന്ത് സംഭവിച്ചു? ആ മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് വിമോചനായിരുന്നു. ആ മോശയുടെ ന്യായപ്രമാണപ്രകാരമല്ല പൗലോസ് ജീവിക്കുന്നത്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം എന്തുവാ? യഹൂദന്മാരെ നേടണം. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം എന്ന് പറയാം, അല്ലെ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ നേടണം. അപ്പം അദ്ദേഹത്തിന് പറയാം, പൗലോസിന് പറയാം, ഞാൻ ഇതിന് അധീനതയല്ല, കാരണം ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനാണ്, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും ജീവിക്കാനൊക്കത്തില്ല എന്ന് നിർബന്ധം പറയാനൊക്കുമായിരുന്നു. എന്നാലും അതും മാറ്റിവെച്ചിട്ട് പറഞ്ഞ് എന്ത് ചെയ്തു? ഞാൻ ന്യായപ്രമാണത്തിന് കീഴെ ഉള്ളൊരു വ്യക്തിയെപ്പോലെ ഞാൻ ജീവിച്ചോളാം, ഞാൻ സ്വതന്ത്രനാണ്, ആ ന്യായപ്രമാണം പോലും എൻ്റെ മേൽ അധികാരമില്ല, എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നു? ആ ന്യായപ്രമാണത്തിനും കീഴ്പ്പെട്ടിരുന്നോളാം. അങ്ങനെയും ചില യഹൂദന്മാരെ എനിക്കൊന്ന് നേടണം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ആ വലിയൊരു താല്പര്യം മനസ്സിലായിക്കോണം. എന്ത് ചെയ്യാൻ റെഡിയാ, എന്നാലും അതിൻ്റെ കീ ആരംഭത്തിൽ പറഞ്ഞാണ്, ഞാൻ ദാസനായിത്തീരും. സ്തോത്രം. എനിക്ക് അധികാരമുണ്ട്, എനിക്ക് ഞാൻ സ്വതന്ത്രനാണ്, ഇതെല്ലാം ശരിയാണ്, എന്നാലും ഞാൻ ഒരു ദാസനെ പോലെ തന്നെ എൻ്റെ അധികാരങ്ങളും എൻ്റെ റൈറ്റും എല്ലാം മാറ്റിവെച്ച് ഞാൻ അങ്ങനെ ജീവിക്കാൻ താല്പര്യനാകുന്നു. പലപ്പോഴും നമ്മൾ കുടുംബത്തെ നേടാൻ ഇച്ചിരി പാടാണ്. പല കാരണങ്ങളായിരിക്കാം. അവർക്ക് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം, മറ്റുള്ളവർക്ക് നമ്മളെ അത്രയും ശരിക്കും അറിയത്തില്ല. നമ്മൾ പുറമേ കാണുന്ന ചില കാര്യങ്ങളായിരിക്കാം. എന്നാലും കുടുംബമാകുമ്പോൾ നമ്മൾ അവരോട് സുവിശേഷം പറയുമ്പോൾ പണ്ടത്തെ ചില കാര്യങ്ങളെടുത്ത് പറയും. നീ ഈ കാര്യം ഓർക്കുന്നുണ്ടോ, ഇന്ന കാര്യം ഓർക്കുന്നുണ്ടോ, പല പല വിഷയങ്ങൾ വരും. ബാക്കി എല്ലാവരുടെ മുമ്പാകെ നമുക്ക് ദൂർന്ന് നിൽക്കാം. നമ്മുടെ കുടുംബത്തിനടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇച്ചിരി പാടാ. അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിനൊന്നും നമുക്ക് ഉത്തരം കാണത്തില്ല. അവരുടെ മുമ്പാകെ നമ്മൾ തല കുനിക്കേണ്ടി വരുന്നത് നമുക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല, അല്ലേ? കാരണം നമുക്ക് അവരെ അറിയാം. അവർക്ക് നമ്മളെ അറിയുന്നതിനെക്കാട്ടിലും, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ എത്ര അറിയാമോ അതേപോലെ നമുക്ക് അവരെ അറിയാം. എന്നാലും പൗലോസ് എന്താ പറയുന്നത്? വിട്ടേര്, ക്ഷമിക്കുക, മറക്കുക, ഒരു ദാസനായി തീരുക. സ്തോത്രം. നമ്മുടെ അടുത്തുള്ള വ്യക്തികളാണേലും നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളാണേലും അവരെന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും ഒന്നും തിരിച്ചു പറയാൻ പോണ്ട. അവിടെ നിന്ന് ശാന്തമായിട്ട് നിൽക്കുക, ഒരു ദാസനെ പോലെ. പലപ്പോഴും എന്തെങ്കിലും തിരിച്ച് പറയണം നമ്മുടെ ഉള്ളിൽ തോന്നിയാലും നാക്ക് കടിച്ച് പിടിച്ച് അവിടെ നിൽക്കുക, ഒന്നും പറയണ്ട, ഒന്നും പ്രതികരിക്കുക, മുഖത്തെ എക്സ്പ്രഷൻ പോലും കാണിക്കാൻ പോകണ്ട. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ എന്നെ തന്നെ ഒരു ദാസനായിട്ട് തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പാകെ ആണെങ്കിലും ചിലരെ നേടാൻ വേണ്ടി. പല ചോദ്യങ്ങളും പല പ്രതികരണങ്ങളും അതെല്ലാം വിട്ടേരെ ചിലരെ നേടാൻ വേണ്ടി ഉള്ള ആഗ്രഹം. കാരണം നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. സ്തോത്രം. യേശു പറയുന്നു, നിങ്ങളുടെ കുടുംബമാണെങ്കിലും നിങ്ങൾക്ക് ശരിക്കും അറിയാവുന്ന വ്യക്തികളായിരിക്കാം, അവർ നിങ്ങളെ അറിയായിരിക്കും, എന്നാലും വിട്ടേര്, ഞാൻ അവർക്ക് വേണ്ടി മരിച്ചതാണ്. യേശു പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി
എൻ്റെ രക്തം ചിന്തിയതാണ്, അവർക്ക് വേണ്ടി എൻ്റെ ശരീരം തകർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് എനിക്ക് അവരെ മറക്കാനൊക്കത്തില്ല. നിനക്ക് അവരെക്കുറിച്ച് പല കംപ്ലൈൻറ്റ് പറയാൻ കാണും, അവരെക്കുറിച്ച് പണ്ടത്തെ പല കാര്യങ്ങളും നമ്മൾ എടുത്തു പറയാൻ കാണും. അതെല്ലാം സത്യമായിരിക്കാം. യേശു പറഞ്ഞു, ഞാനതെല്ലാം ക്ഷമിക്കാറില്ല. നീ ക്ഷമിക്കുമോ? നമുക്കിച്ചിരി പാടാം. എന്നാലും ഒരു ദാസനെ പോലെ എല്ലാം വിട്ടുകൊടുക്കാനും എല്ലാം മറക്കാനും ശാന്തമായിട്ട് നിൽക്കാനും നമ്മൾ തയ്യാറായിരിക്കുക. പൗലോസ് പറഞ്ഞു, ആരുടെ അടുത്ത് ചെന്നാലും ഞാൻ റെഡിയാ, സുവിശേഷം ചിലരെ എനിക്ക് അറിയിച്ചേ പറ്റും. മൂന്നാമത്, നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ളവരല്ലേ. 21 വാക്യം ഒന്ന് വായിക്കാം. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. ഓക്കെ, ഇത് തിരിച്ചു മറിച്ചും എല്ലാം പറഞ്ഞേക്കുന്ന പോലെ തോന്നും വായിച്ചാൽ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ന്യായപ്രമാണം ഇല്ലാത്തവരെന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരല്ലാത്ത വ്യക്തികൾ. അപ്പോസ്തലൻ പൗലോസ് യഹൂദന്മാരുടെ ഇടയിൽ വളരെ ഹൈ ലെവലിലുള്ള ഫാമിലിയിൽ നിന്ന് വന്ന വ്യക്തിയുമാണ്. ആ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഒരു പശ്ചാത്തലത്തിൽ വരുന്നൊരു വ്യക്തിയാണ്. ഒത്തിരി വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ്. യഹൂദന്മാർ അവരെ നായ്ക്കളെന്ന് വിളിക്കുമായിരുന്നു. യഹൂദന്മാർ വളരെ താഴ്ന്ന ലെവലിലായിരുന്നു കാണുന്നത്. അതുപോലത്തെ മനോഭാവമായിരുന്നു. അതുകൊണ്ട് നായ്ക്കളെന്നുള്ള വാക്കുപയോഗിക്കും മറ്റുള്ളവരെക്കുറിച്ച്. ചിന്തിച്ചു ചോദിക്കാം, ഇദ്ദേഹം വളർന്നു വരുന്ന പശ്ചാത്തലം. നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ എങ്ങനെ വളർന്നു വരുന്നോ ആ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ മൂത്തവരെന്ന് കേൾക്കുന്ന കാര്യങ്ങളും അല്ലേ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൊച്ചിലെ തന്നെ നമ്മുടെ ഉള്ളിലോട്ടം കയറുക. നമ്മുടെ മനസ്സിൽ പോയി ചിന്തിച്ച് ആലോചിച്ച് കയറുവല്ല, നേരെ ഉള്ളിലോട്ടം കയറുക. അപ്പോൾ അപ്പോസ്തലൻ പൗലോസിൻ്റെ മനസ്സിലും ഇങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. യഹൂദന്മാരല്ലാത്തവരെല്ലാവരും നായ്ക്കൾ, ഏറ്റവും താഴ്ന്ന ലെവലിൽ ഏറ്റവും ഹീനമായിട്ടുള്ള ആൾക്കാർ എന്നുള്ള ചിന്താഗതി വളർന്നു വന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അദ്ദേഹത്തിനുള്ളിൽ കയറിയപ്പോൾ ക്രിസ്തു മുഖാന്തരം എന്ത് ചെയ്തു? അവർക്കും ഞാൻ ദാസനായിട്ട് ജീവിക്കാം. നായ്ക്കളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ, അവർക്കും ഞാൻ ദാസനായിട്ട് അതിനെക്കാട്ടിലും താഴ്ന്ന ലെവലിലോട്ട് ഞാൻ പോകാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? ഒരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എനിക്ക് സുവിശേഷം അറിയിച്ചേ പറ്റൂ. അവരോടും ഞാൻ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ക്രിസ്തുവിൻ്റെ സ്നേഹം, പൗലോസ് പറഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്ക് മറക്കാൻ ഒക്കത്തില്ല. അതുപോലെ ക്രിസ്തു എന്നെ സ്നേഹിച്ചു. ഇത്ര നാശത്തിലായിരിക്കുന്ന എൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്ത് ക്രിസ്തു ആണെങ്കിൽ ആ സ്നേഹം എനിക്ക് മറക്കാൻ ഒക്കത്തില്ല. ആരും ഞാനിനിയും ആ ഒരു താഴ്ന്ന ലെവലിൽ കാണാനൊക്കത്തില്ല. കാരണം ഞാൻ അവരെക്കാട്ടിലും താഴ്ന്ന ലെവലെന്ന് ഞാൻ ചിന്തിച്ചോളാം. അപ്പോൾ അതിനെക്കാട്ടിലും താഴ്ന്നു കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മളെക്കാട്ടിലും ഉയർന്നു കഴിഞ്ഞു. ചിന്തിച്ചോണം, അവരെ നായ്ക്കളെന്നോ ഏറ്റവും താഴ്ന്ന ലെവലിൽ കാണുക. എന്നാലും പൗലോസ് പറഞ്ഞ് ഞാൻ അതിലും താഴ്ന്നു കൊടുത്തോളാം. അത്രയും താഴ്ന്നു കഴിയുമ്പോൾ ആ വ്യക്തികൾ പൗലോസിനെക്കാട്ടിലും ഉയർന്ന ലെവലിലായി കഴിഞ്ഞു. വചനത്തിൽ പറഞ്ഞേക്കുന്നത് എന്തുവാ? മറ്റുള്ളവരെ നമ്മളെക്കാട്ടിലും ശ്രേഷ്ഠരെന്ന് എണ്ണണമെന്ന്. സമൂഹം അവരെക്കുറിച്ച് പല കാര്യങ്ങളും പറയും, സാരമില്ല. ചിലപ്പോൾ നമ്മുടെ കുടുംബം അവരെക്കുറിച്ച് പല കാര്യങ്ങൾ പറയും. നമ്മുടെ അടുത്തുള്ള ആൾക്കാർ അവരെക്കുറിച്ച് വളരെ താഴ്ന്ന ലെവലിലായിരിക്കും. എന്നാലും അതിനെക്കാട്ടും നമ്മൾ താഴാൻ റെഡിയായിരിക്കുക, എങ്ങനെയെങ്കിലും സുവിശേഷം അറിയിക്കാൻ വേണ്ടി. നാലാമത്, ടു വിൻ ദ വീക്ക്, ബലഹീനരെ നേടാൻ വേണ്ടി. വായിക്കാമോ ആ വാക്യം? 22 വാക്യം. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. പൗലോസ് ഏറ്റവും ബലവാന്മാരിലെ ഒരു ടോപ്പ് ലെവലിൽ നിന്നുള്ള ആളാണ്. അതുപോലെ അധികാരമുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള വ്യക്തി
സാധാരണ അങ്ങനെയുള്ള വ്യക്തികൾ ബലഹീനന്മാരായിട്ടുള്ളവരെ താങ്ങുമല്ല, ഒരു ചവിട്ടുമായിരിക്കും ചെയ്യുന്നത്. എന്നാലും എന്ത് ചെയ്തു? പൗലോസിൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിനുള്ളിൽ ഒരു രൂപാന്തരം വന്നിട്ട് എനിക്ക് ബലഹീനന്മാരെ പോലും എനിക്ക് അങ്ങനെ കാണാനൊക്കത്തില്ല. കാരണം ഞാൻ അവരെക്കാട്ടിലും താഴ്ന്ന ലെവലിൽ അവരുടെ ദാസനായി തീരാനും ഞാൻ റെഡിയായിരിക്കുന്നു. കഷ്ടതയിലായിരിക്കുന്നവരെ നമ്മൾ മറക്കല്ലേ. പ്രത്യേകിച്ച് കഷ്ടതയായിരിക്കുന്നവരെ, ബലഹീന്മാരെ, തകർച്ചയിലായിരിക്കില്ല മറക്കരുതേ. കാരണം ദൈവത്തിന് പ്രത്യേകിച്ച് അവരോട് ഒരു താല്പര്യമുണ്ട്. ഈ വചനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ നോക്കാവുന്നത് ഇതാണ്. ആരംഭം തൊട്ട് അവസാനം വരെ കാണുന്നത് ദൈവത്തിന് സാധുക്കളായിട്ടുള്ളവരെ, തകർന്നു കിടക്കുന്നവരെ ദൈവത്തിന് അവർക്ക് പ്രത്യേക ഒരു കരുതലുണ്ട്. ആരാധലും അവരൊന്ന് സ്നേഹിക്കാനും കരുതാനും. അവർ നമ്മുടെ ഭവനത്തിൽ വന്ന് ഭിക്ഷയാചിക്കുമായിരിക്കും. അപ്പം നമ്മൾ ആ വ്യക്തിയെ നോക്കിയിട്ട് പറയും, കണ്ടിട്ട് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടല്ലോ, കണ്ടിട്ട് അധ്വാനിക്കാൻ ആരോഗ്യമുണ്ടല്ലോ. ചോദിച്ചതല്ലയോ, ഒന്നും കൊടുക്കാതിരിക്കരുത്. അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലത്. അതിലൂടെ യേശുവിൻ്റെ സ്നേഹവും ഒന്ന് അറിയിക്കാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. നമ്മൾ സമൂഹത്തിലും നമ്മുടെ ഉള്ളിലും ഉള്ള പല ചിന്തകൾ, മറ്റുള്ളവരെക്കുറിച്ചുള്ള മുൻവിധി, ചിലതൊക്കെ ശരിയായിരിക്കാം, വിട്ടേര്. കാരണം പലതും നമ്മുടെ മനസ്സിൽ ഉള്ള ചിന്തയിൽ നമ്മൾ എപ്പോഴും ശരിയാണ്, എന്നാലും അതും വിട്ടേര്. പൗലോസ് പറഞ്ഞ പോലെ ഒരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, എല്ലാ മനുഷ്യർക്കും ഞാൻ ദാസനെത്തിയാൻ, കാരണം അതിൽ നിന്ന് ചിലരെനിക്കും നേടണം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ. ആ ഒരു ലക്ഷ്യം നമ്മളും ഇന്ന് ഏറ്റെടുക്കാമെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നുള്ള വീക്കായിട്ടുള്ള ആൾക്കാർ, തകർച്ചയിലായിരിക്കുന്നവർ, തകർന്നു കിടക്കുന്നവരെ നമ്മളും സ്നേഹിക്കാമെങ്കിൽ കർത്താവ് അത് വളരെ താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ്. പണ്ട് തൊട്ടേ അല്ലെങ്കിൽ ആരംഭത്തൊട്ടേ കാണുന്നതാണ്. ആരൊക്കെ തകർച്ചയിലുണ്ട് ദൈവം അവരെ താങ്ങുന്നുണ്ട്. സ്തോത്രം. 4 കാര്യങ്ങൾ പറഞ്ഞു. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഗോസ്പൽ. 23-ാം വാക്യം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. സുവിശേഷത്തിനൊരു പങ്കാളിയാകാൻ. അപ്പോൾ ഈ സുവിശേഷം എന്തുവാ? മർക്കോസിൻ്റെ സുവിശേഷത്തെ തന്നെ പറയുന്നുണ്ട്, യേശു വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. എന്തുവാ? സുവിശേഷം പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം യേശുവിൻ്റെ ആഗ്രഹം, യേശുവിൻ്റെ ജീവിതവും, യേശുവിൻ്റെ പ്രവൃത്തികളും, യേശുവിൻ്റെ പ്രസംഗവും എല്ലാം ഈ സുവിശേഷം അറിയിക്കാൻ. ആ സുവിശേഷം ഇതാണ്, ദൈവരാജ്യം വന്നിരിക്കുന്നു. യേശു അന്ന് മരിച്ചിട്ടില്ലായിരുന്നു. യേശു മരിച്ചിട്ടാണെങ്കിൽ പറയാമായിരുന്നു അതാ സുവിശേഷം. തീർച്ചയായിട്ടും സുവിശേഷമാണ്. ഇതെല്ലാം അതിൻ്റെ കോർ ഇതാണ്, ദൈവരാജ്യം വന്നിരിക്കുന്നു. ആ ദൈവരാജ്യത്തിലോട്ട് ഒരു സ്വാഗതം ജനങ്ങൾക്ക് കൊടുക്കുക. കാരണം പൗലോസ് ദൈവരാജ്യത്തോട്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനോഭാവം മാറിയത് കണ്ടില്ലേ. അപ്പം നമ്മൾ പറയും, എനിക്കതിനോട് വലിയ താല്പര്യമില്ല, എല്ലാവരുടെയും ദാസനായിത്തീരാണോ, വേറെ പണിയില്ലയോ? താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല. ആരെ നമുക്ക് നിർബന്ധിക്കാനൊക്കത്തില്ല. എന്നാലും യേശുക്രിസ്തു നിർബന്ധിക്കുവാണെങ്കിൽ അത് ഏറ്റെടുത്തോണം. യേശുക്രിസ്തു നിർബന്ധിക്കുവാണെങ്കിൽ അത് ഞാൻ ആരും നിർബന്ധിക്കും, നമ്മൾ ആരും നിർബന്ധിക്കേണ്ടതില്ല. യേശുവിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നുണ്ടോ? സ്തോത്രം. അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. കർത്താവ്, ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? സുവിശേഷത്തിന് ഞാനൊരു പങ്കാളിയായി തീരുന്നത്. അതാണ് എൻ്റെ അനുഗ്രഹം, അതാണ് ഇതിൻ്റെ ഒരു അനുഗ്രഹം. അതുകൊണ്ട് ഈ 5-ാമത്തെ പോയിന്റ് ആരംഭത്തെ പൗലോസ് പറയുന്ന ആ കാര്യമായിട്ട് ഒന്നുകൂടെ കണക്ട് ചെയ്യുക. ശ്രദ്ധിച്ചോണേ. പൗലോസ് പറഞ്ഞു, എനിക്ക് ഇതിൽ നിന്ന് ഒരു വരുമാനം എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ ഒക്കും.
സാമ്പത്തികമായിട്ടുള്ള നന്മ ഇതിന് ഡിമാൻഡ് ചെയ്യാൻ നോക്കും, എന്നാലും ഡിമാൻഡ് ചെയ്യുന്നില്ല. എന്നാലും ദൈവം എനിക്ക് അതിന് ഒരു അനുഗ്രഹം ഒരുക്കിയിട്ടുണ്ട്. ആ അനുഗ്രഹം എന്തുമാണ്? ഇതാ, സുവിശേഷത്തിന് എനിക്കും ഒരു പങ്കാളിയായി തീരാൻ നോക്കുന്നുണ്ടല്ലോ. സ്തോത്രം. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, വളരെ തകർന്നു കിടന്ന ഒരു മനുഷ്യൻ, അനേകരെ നശിപ്പിച്ചിരുന്ന ഒരു ശൗല്, ദൈവം ആ വ്യക്തിയെടുത്ത് രൂപാന്തരപ്പെടുത്തിയത് മാത്രമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ താല്പര്യപ്രകാരം, സ്തോത്രം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം സുവിശേഷത്തിൻ്റെ ഒരു പങ്കാളിയായി തീരാൻ എന്നെയും ദൈവം ഒരു വ്യക്തിയായിട്ട് കണക്ക് കൂട്ടിയല്ലോ, ഒരു പങ്കാളിയായിട്ട് കണക്ക് കൂട്ടിയല്ലോ. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പലരോടും സുവിശേഷം പറഞ്ഞ് അവർ ജീവിതം രൂപാന്തരപ്പെട്ട്, കുടുംബങ്ങൾ രൂപാന്തരപ്പെട്ട്, തകർച്ചയെന്ന് അവരെ രക്ഷിച്ച്, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് വിടുവിച്ചും ഒത്തിരി കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം തിരിഞ്ഞു നോക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മളെയും ദൈവം വിളിച്ചിരിക്കുവാണ് ഈ സുവിശേഷത്തിന് പങ്കാളിയായി തീരാൻ. 5 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അവസാനത്തെ സ്ലൈഡിലോട്ട് പോകാം. 5 കാര്യങ്ങൾ. 1, അനേകരെ നേടണം, വിൻ മെനി. 2, വിൻ യുവർ ഫാമിലി, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ഏറ്റവും അടുത്തുള്ളവർ, അവരെയും നേടണം. 3, വിൻ ദോസ് ഔട്ട്സൈഡ് യുവർ ഫാമിലി, അല്ലെങ്കിൽ നമ്മളെപ്പോലെ അല്ലാത്തവർ നമ്മൾ നേടാൻ തയ്യാറായിരിക്കണം. പിന്നെ 4, വിൻ ദ വീക്ക്, ബലഹീനരായിട്ടുള്ളവർ, തകർച്ചയിലായിരിക്കുന്നത്. ബാക്കി ജനങ്ങളെല്ലാവരും പുറന്തള്ളിയിലുള്ളവർ, ഇഗ്നോർ ചെയ്തിട്ടുള്ളവർ, വേണ്ടെന്ന് പറഞ്ഞിട്ട് ചപ്പും ചവർ നേടിയിട്ടുള്ള ജനങ്ങളുണ്ടോ, ആരുണ്ടോ, അവരെയും നേടാൻ വേണ്ടി. എന്നാലും എങ്ങനെ നേടാനാ? ഈ വ്യക്തികളെ എങ്ങനെ നേടാനാ? പൗലോസ് പറഞ്ഞ ഇതാണ്: ഞാൻ അവരെ നേടാൻ വേണ്ടി എന്നെ ഒരു ദാസനാക്കി. സ്വതന്ത്രനാണ്, എന്നാലും ഞാൻ എന്നെ തന്നെ അവർക്കും ഒരു ദാസനാക്കി. ആ ദാസ മനോഭാവം എടുത്ത്, ക്രിസ്തുവിനെക്കുറിച്ചും അതാ പറഞ്ഞതല്ലേ, ക്രിസ്തുവിനെക്കുറിച്ചും അതാ പറഞ്ഞത്, ഒരു ദാസൻ്റെ മനോഭാവം എടുത്ത് ക്രിസ്തു ആ താന്ന് ഈ ഭൂമിയിലോട്ട് വന്ന് നമ്മളെപ്പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് ക്രിസ്തു ചെയ്തു. അങ്ങനെ ക്രിസ്തു അനുഭവിച്ചു. നമ്മളോട് ചോദിക്കുന്നതാണ്: നീയും അങ്ങനെ ചെയ്യാൻ റെഡിയാണോ? എന്നെപ്പോലെ ഒന്ന് ചെയ്യാൻ റെഡിയാണോ? ആ ഒരു ചോദ്യം ക്രിസ്തു നമ്മളോട് ഇന്ന് ചോദിക്കുവാണ്. അങ്ങനെ ആണെങ്കിൽ ഈ 5ാമത്തെ കാര്യം, നമ്മൾ സുവിശേഷത്തിന് പങ്കാളികളായി തീരാൻ വേണ്ടി വലിയൊരു അവസരം ദൈവം തന്നിരിക്കുന്നു. അത് വലിയൊരു പദവിയാണ്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ എനിക്കിഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒന്നും ചിന്തിക്കാൻ സമയമില്ല, കടഭാരമുണ്ട്, അല്ലെങ്കിൽ ജോലി ശരിയാകുന്നില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ പഠനം ശരിയല്ല, അല്ലെങ്കിൽ ഒത്തിരി കാലം എനിക്ക് നന്നാക്കാനുണ്ട്, ശരിയാക്കാനൊക്കെ ഉണ്ടെന്ന്, അതുകൊണ്ട് ഇതിനൊന്നും എനിക്ക് സമയമില്ല, ഇതൊന്നും എനിക്ക് ചിന്തിക്കാൻ ഒക്കുന്നില്ല. കർത്താവ് പറഞ്ഞ ഇതാണ്: നീ ഇതെല്ലാം ഒന്ന് വിട്ടിട്ട് കുറച്ച് നേരം ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ കൂടെ സുവിശേഷത്തിന് പങ്കാളിയാകാമോ? പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കുകയും അതിനെപ്പറ്റി മാത്രം വിഷമിച്ച് എങ്ങനെ എൻ്റെ കാര്യങ്ങളൊന്ന് ശരിയാക്കാൻ ഒക്കുമോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചിന്തിക്കും, ഒന്നും ശരിയാകുന്നില്ല, എത്ര നാൾ ശ്രമിച്ചു, ശരിയാകുന്നില്ല. അല്ല, അതിന് പകരം ക്രിസ്തുവിൻ്റെ ആ ദൗത്യം ഒന്ന് ഏറ്റെടുക്കാമോ? ക്രിസ്തു തരുന്ന ആ നിർബന്ധം അത് നമ്മളൊന്ന് ഏറ്റെടുത്തിട്ട് പറയുക: കർത്താവേ, ഞാൻ തയ്യാറാണ്, അങ്ങയുടെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. ആരാധലും അവർക്ക് ഞാൻ ദാസനായിത്തീരാൻ, പ്രത്യേകിച്ച് വേറെ ടെക്നിക്കൊന്നുമില്ല, ഞാൻ അവർക്ക് ദാസനായിത്തീരാൻ. ക്രിസ്തു ചെയ്ത പോലെ തന്നെ എല്ലാവരും സ്നേഹിക്കാനും എല്ലാവരും കരുതാനും. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോ കൊടുക്കാതിരുന്നിട്ടില്ല. സ്തോത്രം. ആരൊക്കെ ക്രിസ്തുവിൻ്റെ അടുത്ത് സൗഖ്യത്തിന് വേണ്ടിയോ എന്ത് കാര്യത്തിന് വന്നാലും ക്രിസ്തുവിന് അവരെല്ലാം ഉള്ളിലുള്ള എല്ലാ കാര്യവും അറിയാമെങ്കിലും ഒന്നും കണക്ക് കൂട്ടാതെ അവരോട് ക്ഷമിക്കുകയും അവരോട് ശുശ്രൂഷിക്കുകയും ചെയ്തു. നമുക്കിന്ന്